എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. നിന്നെ പ്രണയിച്ച് എനിക്ക് മതിയാകുന്നില്ല, നീ ഇല്ലാത്തൊരു നിമിഷത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല. ആ വ്യക്തി പറയുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ്. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ വ്യക്തിക്ക് നിങ്ങളെ പ്രണയിച്ച് മതിയാകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ, അതേക്കുറിച്ച് ആ വ്യക്തി സംസാരിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുണ്ട്. എപ്പോഴും നിങ്ങൾക്കൊപ്പം ഒരുങ്ങിയിറങ്ങി ഈ ലോകത്തിന് മുമ്പിലൂടെ നടക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളെ സ്നേഹിച്ചിട്ട് ആ വ്യക്തിക്ക് മതിയാകുന്നില്ല. നിങ്ങളെ പ്രണയിച്ചിട്ട് ആ വ്യക്തിക്ക് മടുക്കുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എല്ലായിടത്തും നിങ്ങളുണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എന്നെന്നും ആ വ്യക്തിക്ക് അഭിമാനിക്കാനും എന്നെന്നും ആ വ്യക്തിക്ക് ഓർമ്മിക്കാനും നിങ്ങളുണ്ടാവണമെന്ന് പറയുന്നു. ഈ ലോകത്തിൻ്റെ മുൻപിൽ ആ വ്യക്തി അഭിമാനത്തോടെ നിവർന്നു നിൽക്കുന്നത് നിങ്ങൾ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പ്രണയം, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ ഇഷ്ടം അതൊരിക്കലും ഇല്ലാതെ പോകുന്നില്ല. നിങ്ങൾ നൽകുന്ന ഇഷ്ടം ഒട്ടും തീർന്നു പോകാതിരിക്കാൻ ആ വ്യക്തി വെമ്പൽ കൊള്ളുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ കൂടിയേ തീരൂ, നിങ്ങളെ കിട്ടിയേ തീരൂ. എന്നെന്നും ആ വ്യക്തിക്ക് അഭിമാനിക്കാനും എന്നെന്നും ആ വ്യക്തിക്ക് ആഗ്രഹിക്കാനും നിങ്ങളെപ്പോഴും ആ വ്യക്തിക്കൊപ്പം ഉണ്ടാവണം. ആ വ്യക്തി ചിന്തിക്കുന്നതും ആ വ്യക്തി അറിയുന്നതും നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമാണ്. ആ വ്യക്തി ജീവിക്കുന്നത് പോലും നിങ്ങളെ പ്രണയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ വല്ലാത്തൊരു ശക്തി ആ വ്യക്തിയിലേക്ക് കൈവരുന്നു. വല്ലാത്തൊരു ആത്മബലം ആ വ്യക്തിക്കുണ്ടാകുന്നു. നിങ്ങളുണ്ടെന്നുള്ള അഹങ്കാരത്താൽ ആ വ്യക്തിയെ മുമ്പ് അവഗണിച്ചവർക്ക് മുമ്പിലൂടെ തല ഉയർത്തി നിൽക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. അത്രത്തോളം ഇഷ്ടവും സ്നേഹവും നന്മയും ഒക്കെ ഉള്ളൊരു വ്യക്തി. ജീവിതത്തിലുടനീളം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയുമായിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. നിങ്ങളില്ല എങ്കിൽ ആ വ്യക്തിയില്ല. നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി അത്രമാത്രം നിലകൊള്ളുന്നു, നിങ്ങൾക്ക് വേണ്ടി എന്നെന്നും നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നു. പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോൾ റിമെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ പോസിറ്റീവായിട്ട് ആ വ്യക്തി നിൽക്കുകയാണ്. മറ്റൊന്നും ആ വ്യക്തിക്ക് ജീവിതത്തിൽ പോസിറ്റിവിറ്റി നൽകുന്നില്ല. നിങ്ങളോടുള്ള പ്രണയം ആ വ്യക്തിക്ക് പോസിറ്റിവിറ്റി നൽകുന്നു. എപ്പോഴും പോസിറ്റീവ് എനർജിയോടെ നിൽക്കാൻ കഴിയുന്നു. ആ വ്യക്തിയുടെ മനസ്സിലെ ആ സൽശക്തി, ആ പോസിറ്റീവ് എനർജി ആ വ്യക്തിയോട് പറഞ്ഞിരിക്കുന്നു. ഈ വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ഈ വ്യക്തിയുടെ കൈയും പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും വലിയ നേട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ആ വ്യക്തി ആ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, കേവലം നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ നൽകുന്ന പിന്തുണ, നിങ്ങളെ ലഭിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് കിട്ടിയ ഗുണങ്ങൾ, മനസ്സിൻ്റെ സന്തോഷം, ആ വ്യക്തിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാഗമായി നിങ്ങളെ കാണുന്നു. സോൾമേറ്റ്, ഒരു വ്യത്യാസവുമില്ല. ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ ഒരു കഷ്ണമായി നിങ്ങൾ മാറുന്നു. രണ്ട് വ്യക്തി എന്നുള്ള ചിന്തയില്ല. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ഇഷ്ടം മാത്രം പരിഗണിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു. എല്ലാ ദുഃഖവും സഹിച്ച്, എല്ലാ വെല്ലുവിളികളും സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നൊരു വ്യക്തി. എപ്പോഴും നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ എല്ലാം. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെന്നും നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും നിങ്ങളുടെ കഴിവ് കൊണ്ടും ആ വ്യക്തിക്കുണ്ടായ ഗുണങ്ങളെ ആ വ്യക്തി നോക്കി നിന്ന് കാണുകയാണ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ. ഇതെൻ്റെ ഒരു സൗഭാഗ്യമാണെന്ന് മനസ്സിൽ പറയുകയാണ്. ഈ ആളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ്. ഇപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്നില്ല. ആ വ്യക്തിക്ക് പ്രത്യേകമായൊരു നിഗമനങ്ങളോ ഒരു കണക്കുകൂട്ടലുകളോ ഒന്നുമില്ല. നിങ്ങളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്ത നിലപാടുകളെ പ്രോത്സാഹിപ്പിച്ച് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. നിങ്ങൾ നൽകുന്ന ആ ശക്തി, നിങ്ങൾ
ഉണ്ടാകുമ്പോൾ അധികാരങ്ങളിലേക്ക് ആ വ്യക്തി എത്തുന്നു. നിങ്ങളുണ്ടാകുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ശക്തി ആ വ്യക്തിക്ക് ലഭിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെക്കാളും, എല്ലാ പ്രശ്നങ്ങളെക്കാളും എല്ലാത്തിനും അവഗണിച്ചുകൊണ്ട്, എല്ലാത്തിനും അതിജയിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ആ വ്യക്തി നിലകൊള്ളുകയാണ്. ആ വ്യക്തിയുടെ കഴിവും ആ വ്യക്തിയുടെ പരിചയവും നിങ്ങൾക്കും ആ വ്യക്തി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കണക്ക് ആ വ്യക്തി പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ആ വ്യക്തി അധികരിച്ച് കാണിക്കുന്നു. എല്ലാവരോടും പറയുന്നു, എനിക്ക് ഇന്ന ആളുണ്ട്, എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇന്ന ആളാണ്. ഞാൻ ആ വ്യക്തിക്ക് ഒന്നും നൽകുന്നില്ല, പക്ഷെ ആ വ്യക്തിക്ക് എനിക്കെല്ലാം നൽകുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെയാണ് സഹായിച്ചത്. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് നിങ്ങൾക്ക് നൽകുന്നതിൽ തന്നെ പ്രണയമുണ്ട്. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് നിങ്ങൾക്ക് മാത്രം നൽകുന്നതിൽ വലിയൊരു ഉദ്ദേശം ആ വ്യക്തിക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ലോകം മുഴുവനും നിങ്ങളെ വാഴ്ത്തട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആർക്കും വിധേയനോ വിധേയോ അല്ല. നിങ്ങൾ സ്വതന്ത്രമാണ്. ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്നേഹം പോലും നിങ്ങളുടെ അവകാശമാണെന്ന് ആ വ്യക്തി പറയുകയാണ്. ലോകത്ത് മറ്റാരെയും ആ വ്യക്തി കാണുന്നില്ല. ആ വ്യക്തിയെ ഒരുപാട് സഹായിച്ചവരുണ്ടാകാം മുൻപ്. ആ വ്യക്തിയെ നിങ്ങളെക്കാൾ കൂടുതൽ, നിങ്ങളെക്കാൾ മുമ്പ് സ്നേഹിച്ചവരുണ്ടാകാം. അവരെക്കുറിച്ചൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് കേവലം നിങ്ങളെക്കുറിച്ച് മാത്രമാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ ആ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓർമ്മിക്കാനായിട്ട് നിങ്ങളെ മറക്കുന്നു പോലുമില്ല. എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാത്രം എന്ന് ആ വ്യക്തിയുടെ ലോകം നിങ്ങൾ മാത്രമായി മാറുന്നു. സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഒരു വല്ലാത്തൊരു ലക്ഷണമായിട്ട് അതിനെ കാണാം. എപ്പോഴും നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ഒരു ശക്തിക്കും ആ വ്യക്തിയെ തടയാൻ കഴിയുന്നില്ല. പല ആളുകളും ഒരു പക്ഷേ എതിർത്തിട്ടുണ്ട്. നിങ്ങളെ ഒരു ദേഷ്യം ഉണ്ടായിട്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങളെ ഉൾക്കൊള്ളാതിരിക്കാനും നിങ്ങളെ തള്ളിക്കളയാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചു. അവർ ഒരുപാട് പേര് പറഞ്ഞു, നിങ്ങളെ വേണ്ട, നിങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, നിങ്ങൾക്കൊരു പ്രവേശനവുമില്ല, നിങ്ങൾക്ക് ഒരു സാധ്യതയും നൽകുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും ആരും പരിഗണിച്ചില്ല, അതൊന്നും ആരും കണ്ടില്ല. നിങ്ങൾക്ക് നൽകാനുള്ളതെല്ലാം ആ വ്യക്തി നൽകുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആരെയും നിങ്ങളെ സ്നേഹിക്കുന്നതിന് തടയുന്നതിന് ആ വ്യക്തി അംഗീകരിക്കുന്നില്ല. അത് ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട എത്ര വലിയ ആളാണെങ്കിൽ പോലും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ തടയുകയോ നിങ്ങൾക്ക് വേദന സൃഷ്ടിപ്പിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയായിട്ടുള്ള ബന്ധം, അങ്ങനെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരുമായിട്ടുള്ള ബന്ധം അപ്പോഴേ അവസാനിക്കുന്നു. അതിനൊരു മുൻ അനുമതികളോ മുൻ തീരുമാനങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുന്നു. അത്രത്തോളം നിങ്ങളെ ഇഷ്ടമാണ് ആ വ്യക്തിക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.